വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വ്ളോഗ് ഞാൻ ഇതിനായിട്ടെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗ് ഞാൻ ചെയ്തിട്ടില്ല. ഐസൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല ഗൈസ്, BP ലോ പ്യൂർ ഇൻഫെക്ഷനുമായിട്ട് ഞാൻ അഡ്മിറ്റ് ആയതാണ്. സെക്കൻഡ് ഡേ ആണ്. എൻ്റെയും റീനാസ്താരിയും നിർബന്ധപ്രകാരം നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. കാരണം എന്താ, എൻ്റെ മോളും ലീലേശി അവിടെ ഒറ്റക്കാണ്. റീനാസ്താകും കുറേ ജോലികളുണ്ട്. നമുക്ക് ഇനി ബാക്കി ട്രീറ്റ്മെൻറ്റ് എൻ്റെ നാട്ടിൽ വെച്ച് ചെയ്യാം. അതുകൊണ്ട് ഇതൊരു ഹോസ്പിറ്റൽ വ്ളോഗായിരിക്കും ഗൈസ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് തലവേദന കാരണമാണ് ചെന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയതും വളരെയധികം ക്ഷീണത്തോടു കൂടിയാണ് കാറിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ വീൽ ചെയറായി ഗൈസ്, പറഞ്ഞിട്ടൊന്നും വേണ്ട. വലിയ ആളെപ്പോലെ പോയി. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആകെ ടയേർഡായി. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ വല്ലാത്ത ശോകാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രണ്ടാമത്തെ ദിവസമാണ്. എന്തായാലും വ്ളോഗ് എടുക്കണമല്ലോ, എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയതല്ലേ, അപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നടക്കുന്നത്. നേഴ്സിനെയും പറ്റിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഓർഡർ നേരത്തെ ചെയ്യേണ്ടതാണ്. ഞാനങ്ങനെ ക്യാൻറ്റീനിൽ വെച്ച് 2 കുൽഫി ബാർ വാങ്ങിയിട്ട് നടന്ന് വന്നു റൂമിലെത്തുമ്പോഴേക്ക് സിസ്റ്റർ പിടിച്ചു. സിസ്റ്റർ എവിടെയാണ് പോയത്? ഞാൻ പറഞ്ഞു ബാറ് വാങ്ങാൻ പോയതാണ്, കുൽഫി ബാർ. നിങ്ങൾ പണി കളയാനാണോ പോയതെന്ന് ചോദിച്ചു അവർ. ഒരു രസമല്ലേ ഒന്ന് മുങ്ങാൻ. നിങ്ങളിങ്ങനെ എൻ്റെ വാക്സിനായിരിക്കുമല്ലേ നോക്കുന്നത്. ഞാൻ റീനാസ്താനോട് കാര്യമായിട്ട് ഇന്നലെ മുതൽ നടന്ന സംഭവങ്ങൾ ചോദിക്കുകയാണ്. എൻ്റെ അവസ്ഥയും കാര്യങ്ങളും, പിന്നെ മെഹറിൻ്റെ ക്യൂട്ട്നെസ്സും, അതുപോലെ ഞാൻ എൻ്റെ ഒരു ക്യൂട്ട്നെസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അതെല്ലാം കൂടി ഞാൻ റീനാസ്താനോട് സംസാരിക്കുകയാണ്. നമ്മൾ ബാക്കിലുണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് മ്യൂട്ടാക്കിയത്. അങ്ങനെ നമ്മൾ ഡിസ്ചാർജൊക്കെ ചെയ്ത് കാറിൽ കയറി. പിന്നെന്താ പാട്, 4 മണിക്കൂർ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചായ ഒന്നും കുടിച്ചില്ല. ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിയതുകൊണ്ടാണെന്നോ അറിയില്ല. കാരണം ചായ കുടിക്കാതെ ഇറങ്ങിയതുകൊണ്ട് ഒരു മൂഡില്ല. പാടൊക്കെ വെച്ച് വൈബായിട്ടാണ് വരുന്നത്. നല്ല വൈബായിരുന്നു. ഞാൻ റീനാസ്താവും നല്ല രീതിയിൽ ഡാൻസ് കളിച്ചില്ല, പക്ഷെ എന്നാലും എന്താ പറയേണ്ട, ഒരു ഗുമ്മിട്ടിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ കണ്ണൂർ ഭയങ്കര ബ്ലോക്കാണ്. ഇത് നമ്മൾ വളവട്ടണം പാലമാണ്. അപ്പോൾ വളവട്ടണം പാലം കഴിഞ്ഞ് അപ്പം നമ്മുടെ അവിടെ എത്തുമ്പോഴേക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പള്ളിയിലുണ്ടായ കാഴ്ചകളാണ് കണ്ടത്. പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വരുന്നത്. തീരെ വയ്യ, എന്നാലും ഒരു ട്രിപ്പൊക്കെ കയറ്റതിൻ്റെ ഇതിലാണ് കളിക്കുന്നത്. എന്താ പറയുക, അപ്പം ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ്, കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.